ഓട്ടോ ഓട്ടോ കേറ്. പോകാം. ഒരു അർജന്റ് കേസിന് പോവാണ് സാർ. എന്താ അർജന്റ്? ഒരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ പോവാണ് സാർ. ഏത് ഹോസ്പിറ്റലില്? ലിറ്റിൽ ഫ്ലവർ. നീ സാജു അല്ലടാ? മട്ടാഞ്ചേരി സാജു. അതെ. നിനക്ക് ബ്ലഡ് കൊടുത്തല്ലോ പരിചയം, എടുത്തല്ലേ ഉള്ളൂ. പ്രതാപ, കൂടുതൽ ചോദ്യം പറഞ്ഞൊന്നും വേണ്ട, അവനെ തൂക്കിയെടുത്തോ. എന്താടാ ഒരു മൂഡൗട്ട്? ഞാൻ ആലോചിക്കായിരുന്നു എന്ത് മാനസയോട് പറയണ്ടേന്ന്. എന്റെ ജീവിതത്തിൽ മാനസ അറിയാത്ത രഹസ്യങ്ങളില്ല. മാനസയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത വേണുഗോപനുമായ ഒരു ഇഷ്ടം മനസ്സിൽ ഊറിക്കൂടിയപ്പോ അവൾ ആദ്യം പറഞ്ഞത് എന്നോടാ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആലോചിച്ച ശേഷമാ അവൾ ഒടുവിൽ വേണുഗോപനോട് രസ് പറഞ്ഞത്. ഇതിപ്പോ എന്റെ കാര്യമായപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മൈനെ. പ്രണയിച്ചു തുടങ്ങുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണത്തിലും പ്രതാപത്തിലും SP ഹരിശങ്കറിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ അരവിന്ദാക്ഷന് കഴിയില്ലെങ്കിലും മാനസയുടെയും വേണുഗോപന്റെയും മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ രണ്ടു വീട്ടുകാരും വിവാഹത്തിന് സമ്മതം മൂളും. മാത്രമല്ല മാനസ മനസ്സുകൊണ്ട് വിവാഹത്തിന് ഒരുങ്ങുകയും ചെയ്തു. അതുപോലെയാണോ നമ്മുടെ കാര്യം? 1000 പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിൽ. എന്റെ അവസ്ഥ എനിക്കറിയാലോ. ഈ ഒഴുക്കിൽപ്പെട്ട ഒരു ഇല പോലെ ഇപ്പൊ എന്റെ ജീവിതം. ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ജീവിതം എന്നെ എവിടെയൊക്കെയോ എത്തിച്ചേർക്കുന്നു. ഇവിടെ ഇനി എത്ര നാൾ, പുറത്തിറങ്ങിയ പിന്നെ എന്ത്, ഇതൊന്നും അറിയില്ല. ഭാവിയെപ്പറ്റി ആലോചിക്കാൻ തന്നെ എനിക്കിപ്പോ പേടിയാ. എങ്കിലും മഴച്ചാറ്റിലടിച്ച കണ്ണാടി പോലെ അവ്യക്ത ചിത്രങ്ങളുമായി അതിപ്പോ എന്റെ മുന്നിലുണ്ട്. മൈനയുടെ കാര്യോ? ഈ വീടിന്റെ പടിയിറങ്ങേണ്ടി വന്ന മറ്റൊരത്താണിയുണ്ടോ മൈനയ്ക്ക്? കൈപിടിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ ഇപ്പൊ ഞാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ അപ്പോ അത്തരൊരു സാഹചര്യത്തിലല്ലെങ്കിലോ? അപ്പോ നമ്മുടെ ഇഷ്ടമെന്നും പ്രണയമെന്നും ഒക്കെ പറയുന്നത് ഉച്ചഭാഷണി വെച്ച് വിളിച്ചു പറയാനുള്ളതല്ല മൈനെ. അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള മൗനമായ ഭാഷയാ. കണ്ടില്ലേ? ഹരി, ഇത് പരമ ബോറാണ് കേട്ടോ. ഒന്നുകിൽ കേൾക്കുന്ന അവൾക്ക് നാണം വേണം, ഇല്ലെങ്കിൽ പറയുന്ന എനിക്ക്. പെണ്ണുങ്ങൾക്ക് ഇത്ര അശ്രദ്ധ പാടില്ല. നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഹരി കണ്ടില്ലേ ഡോറൊക്കെ തുറന്ന് മലർത്തിയിട്ടിരിക്കുന്നത്? സെക്യൂരിറ്റിക്കായി ഇവിടെ ഒരു പീലാത്തോസ് ഉണ്ടല്ലോ ഗൗരി. പീലാത്തോസ്? അയാളുടെ വിശേഷം ഒന്നും പറയണ്ട.
ഇനി 1000 പേര് കാവലുണ്ടെങ്കിൽ തന്നെ എന്താ? ജീവിതത്തിനൊരു ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ? പ്രശ്നം ഉണ്ടാക്കാൻ നീ ഓരോ കാരണങ്ങൾ കണ്ടെത്താണോ ഗൗരി? ഇറ്റ്സ് ദ ലിമിറ്റ്. ആരുമല്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവൾക്ക് വേദന ഉണ്ടാക്കേണ്ടത് കരുതി വാക്കിൽ നോക്കിലൊക്കെ ചില സൂചനകൾ നൽകി നോക്കി. അവൾക്കത് മനസ്സിലായിട്ട് മനസ്സിലാവാത്ത ഭാവം നടിക്കുക. ഇനി ഞാൻ നേരിട്ട് തന്നെ പറയും.